മച്ചാന്മാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ വിഷുവിനെത്തി പടക്കങ്ങളായിട്ട് നമ്മുടെ മച്ചാന്മാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇതേ നമ്മുടെ മുമ്പിൽ നിരന്ന് കിടുക്കാച്ചി കുറേ പടക്കങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവന്മാരതേ വിഷു തീരുന്നതിന് മുമ്പ് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിച്ച് തീർക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇന്നത്തെ വെറൈറ്റികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ വെറൈറ്റികൾ ഇറങ്ങണില്ല കേട്ടോ. പക്ഷെ ഉള്ള സാധനങ്ങളൊക്കെ പൊള്ളി സാധനങ്ങൾ നോക്കി നമ്മൾ തപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങിയാലോ നമ്മൾ ഇന്നത്തെ പടക്കം പൊട്ടിക്കല്, വിഷു സ്പെഷ്യൽ പടക്കം പൊട്ടിക്കല്. അപ്പോൾ മച്ചാന്മാരെ ഇനി അംഗം തുടങ്ങിയാലോ. അപ്പോൾ അംഗം തുടങ്ങുന്നതിന് മുമ്പായിട്ടേ എന്നെക്കാളും പടക്കം പൊട്ടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ പ്രവീൺ മച്ചാൻ. അപ്പോൾ പ്രവീൺ മച്ചാൻ കൂടി വന്നാലാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഐറ്റംസ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പ്രവീണെ ക്യാമറ കൊടുത്തിട്ട് വാടാ. എത്തിയ പറഞ്ഞു തീരല്ല പ്രവീൺ മച്ചാൻ്റെ എത്തിയിട്ടുണ്ട്. പ്രവീണെ ഈ തവണ വിഷുവിന് പടക്കം പൊട്ടിച്ച് തകർക്കല്ലേ? തകർക്കാണ്. അപകടമൊന്നും ഉണ്ടാക്കരുതിട്ടാ. ഇല്ല, ഞാൻ ഡിസ്ക്ലൈമർ പറഞ്ഞു. എന്താണത് ഞാനുണ്ടാക്കണേന്ന് എങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പടക്കം അറിയാതെ പൊട്ടിച്ചിട്ട് വയറൊക്കെ പൊള്ളിപ്പോയി. അതിന് നീ ഇങ്ങനെ ഞാൻ അപകടം ഉണ്ടാക്കണമെന്നും പറയാൻ പാടില്ല. അപ്പൊ ഡിസ്ക്ലൈമർ പറഞ്ഞേ. This video is only for entertainment purpose only. None of the actors in these videos are professionally trained for പടക്കം പൊട്ടിക്കൽ. We are experienced. We are experienced supervisor for professional പടക്കം പൊട്ടിക്കൽ. So do not play this at home or at school or at everywhere. അതിന് തർജ്ജമ മലയാളത്തിൽ പറട്ടെ. അത് ഇയാള് ചെറുപ്പത്തിൽ അത് മൊത്തം കാണാറുണ്ട്. അപ്പോൾ എന്തായാലും എന്തേ കൊച്ചുകുട്ടികളാരും തന്നെ പടക്കം പൊട്ടിക്കാനായിട്ട് ശ്രമിക്കരുത്. പൊട്ടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പാരൻസിന്റെ സൂപ്പർവിഷനിൽ മാത്രം പൊട്ടിക്കുക. അപകടകരമായ പടക്കങ്ങൾ നിങ്ങൾ പൊട്ടിക്കാൻ നിൽക്കരുത്. പൊട്ടിച്ച അപകടങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അതെ, M4 ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെയും പൊട്ടിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നില്ല. ഈ വീഡിയോ കാണാൻ എന്റർടൈൻ ആവുക, വിഷുവൊക്കെ നല്ല സേഫ് ആയിട്ടിരിക്കുക. ആരും തന്നെ അപകടം ഒന്നും വരുത്തി വെക്കാന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ പ്രവീൺ മച്ചാനെ വാടാ തുടങ്ങാം നമുക്ക് സാധനങ്ങൾ. ഇത് മയിലല്ലടാത്, ഇത് വേറെ പെണ്ണുള്ള പെണ്ണുമയില്. അപ്പൊ അതോ അപ്പൊ ഇതാണ് മയിലാണോ? അതെങ്ങനെയാണ്? ആണോ? ദേടോ പ്രവീൺ എന്ത് വെച്ചാൽ അറിയാട്ടോ, ബഡാ പീക്കോക്ക്. അപ്പൊ ഇത് വേറെ വെറൈറ്റി സാധനം ഉണ്ടാ. ബഡാ പീക്കോക്കിന്റെ തന്നെ ചിലപ്പോ കളർ വ്യത്യാസം ഉണ്ടാവും. പിന്നെ കൈ വെച്ച് പൊട്ടിക്കാൻ സാധനം ഇതിന് തോക്കാ സോണിയുടെ ഓർമ്മയുണ്ട്. മുളകിയുടെ കൊല്ല് കത്തുമ്പോൾ പോലത്തെ വേറെ വെറൈറ്റി സാധനം തോക്കാണ്. ഇതെന്തായാലും കത്തിക്കുമ്പോൾ ഞാൻ 1 കിലോമീറ്റർ മാറി നിന്നിട്ട് കത്തിക്കുള്ളൂ ഇത്തവണ. എനിക്ക് വയ്യ ആശുപത്രി പോകാനായിട്ട്. പിടിച്ചേ, ഇത് ആകാശത്ത് പോയി പൊട്ടുന്ന സാധനം ഉണ്ടാ. പ്രത്യേകിച്ചൊന്നുമില്ല, അത് പൊട്ടി വിരിയുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇത് പൊട്ടി വിരിയാണ് അതിന്റെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ റോക്കറ്റ് കൂട്ടൻ ഉണ്ട്. ഇത് എന്നിട്ട് ഡ്രാഗൺ ഫ്ലൈ. തുമ്പിയാണോ? തുമ്പി പറക്കും ആണോ? ഇത് വെറൈറ്റി സാധനം എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയുള്ളൂ കേട്ടോ. മിക്കവാറും തുമ്പി പറക്കും തോന്നുന്നു. ഡ്രാഗൺ ഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ മേശാപ്പൂവിന്റെ വയലറ്റ് കളറാ. വയലറ്റ് എന്നിട്ട് ഇത് കാശ് വരും. ഇതിന് പൈസ വരൂടാ. അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് കിട്ടുന്ന സാധനമാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ പറയണേ. ഫോട്ടോ ഫ്ലാഷ്. വെറൈറ്റി സാധനം കേട്ടോ ഈ സാധനം ഇല്ലേ. അപ്പോൾ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇത് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് ഫ്ലാഷ് നിന്ന് കത്തൂട്ടാ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ഓലപ്പടക്കം അല്ലടാ, ഈർക്കിലി പടക്കം. എത്ര അറിയോ? 500 അല്ല 5000 പടക്കം ഉണ്ട്. 5000 പടക്കത്തിന്റെ റോളാണ് ഇത്. പ്രവീൺ മച്ചാനെ നമ്മൾ ചുറ്റിട്ട് കത്തിക്കും. സൈക്കോടാ. എടാ ഞാൻ ചുറ്റിട്ട് കത്തിക്കാന്നല്ലേ പറഞ്ഞു. എടാ ഇതിന്റെ ഉള്ളിലില്ലടാ നോക്കി. മാതിരി റോള് 5K നിന്ന് കത്തും. പൊളി സാധനം. അപ്പൊ നമ്മൾ സൈഡ് മാറ്റി പിടിച്ചു. ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്തിട്ടൊക്കെ നോക്കാം. ദേടാ നേരത്തെ കണ്ട മയിലിന്റെ കുഞ്ഞുമയില്. ഇത് പെട്ടെന്ന് കത്തി തീരുട്ടോ. പക്ഷെ അടിപൊളി സാധനമാണ്. പിന്നെ യൂണിക്കോൺ വരുന്നുണ്ട്. സാധാരണ കമ്പിത്തിരി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒയ്യോടാ, ഇവിടെ മെയിൻ സാധനങ്ങൾ 2 വിട്ടുപോയി. തീപ്പൊരി സാധനം. ഇത്തവണ എക്സ് നമ്മൾ പൊട്ടിച്ച് മോളി കയറ്റാനുള്ളതാണ്. എന്റെ മുന്തിരി വെയിറ്റടാ. ഈ സാധനം ഇല്ലേ, ഇത് ആകാശത്ത് പോയി പൊട്ടി വിരിയുമ്പില്ലേ വേറെ മൂടായിരിക്കുള്ളൂ. അതിന്റെ തന്നെ ചെറുതൂടി ഉണ്ട് 2 ഇത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. ഇത് ഞാൻ പൊട്ടിക്കുമ്പോൾ കാണിച്ചു തരാട്ടാ. പിന്നെ ഇത് എന്താണ് സംഭവം? അവഞ്ചേഴ്സ്. ഇത് ഈർക്കലി പടക്കം. ഇത് എന്തിനാണ് വാങ്ങിച്ചേ? അവസാനം എല്ലാം കഴിയുമ്പോൾ പൊട്ടിക്കാനാ. അത് നമുക്ക് വെറുതെ പൊട്ടിച്ച് കളിക്കാന്ന്. സ്പൈഡർമാന്റെ പടത്തിൽ വെച്ച് പ്രവീൺ മച്ചാൻ അട്രാക്ട് ചെയ്ത് പറ്റിച്ചാണ്ടാ. ഇതൊരു സംഭവം. മേശപ്പൂണത്. വലിയ മേശപ്പൂവാ. എന്റെ അമ്മേ, ഇത് പിടിച്ചേ. എടാ മേശപ്പൂന്റെ വലിപ്പം നോക്കിയടാ. ഇത് കത്തുമ്പി ഇവിടെ ഇരട്ടിപ്പടി മൊത്തം വെളുക്കൂല. പൊള്ളി സാധനം ഇത്ര വലിപ്പമുള്ളത് കേട്ടാ. ഇത് പൊളിക്കൂടാ.
രണ്ടെണ്ണുള്ളൂ ഒരെണ്ണത്തില്. പക്ഷെ അത് കുറേണ്ടാ ഇഷ്ടം പോലെ ദൈവമേ. ആനക്കുട്ടിയൊക്കെ ഉണ്ട്. എവിടെ ആനയുടെ പടം. അതൊരു സാധനം, അത് ഫ്ലവർ പോട്ടാണ്. ആ ഡ്രോൺ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇത് എന്ന് പറഞ്ഞ കറങ്ങി മുകളിലേക്ക് പോകും ഡ്രോണിന്റെ. ഇത് ഹെലികോപ്റ്ററാ? ഹെലികോപ്റ്ററും ഡ്രോണും എനിക്ക് എന്തായാലും വേണം. അത് പൊളിസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഹെലികോപ്റ്ററും ഡ്രോണും. അത് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. പാമ്പ് ഗുളികയൊക്കെ ഉണ്ട്, പണ്ടത്തെ പാമ്പ് ഗുളിക, ത്രികോണത്തിലുള്ള മേശാപ്പൂ, അങ്ങനെ പല പല സാധനം. സമൂസ അല്ലടാ അത്, സമൂസ. ശേഷം എനിക്ക് തോന്നണേ 2 ഉണ്ടാക്കേണ്ട മടിയാറിനെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് 2 മുറിച്ചാണ് തോന്നുന്നത് കേട്ടാ. ബ്ലിസ്, ഇത് ആകാശത്ത് പോയി വെട്ടണത്. പ്രവീണ ഇങ്ങനെ നോക്കി പറയുന്ന കുറെ ഉണ്ടാവും. ഏകദേശം ഇല്ലേ 123 123 ഐറ്റംസ് അല്ലേ? ഓ ഇത് വെറൈറ്റി സാധനം ഉണ്ട്. ഇത് പ്രവീൺ മച്ചാൻ എനിക്ക് ഭയങ്കര ഹൈപ്പ് എന്ന് വെച്ചേക്കുന്ന സാധനം ഉണ്ട്. ഇത് വേറെ മോഡലിലൊക്കെ പൊട്ടെന്ന് പറഞ്ഞ് ഇത് പൊട്ടുമ്പോ ഭയങ്കര ഭംഗിയില്ലേ പ്രവീണേ? നിന്നെ ഇടിക്കും ഞാൻ. എന്തിന്? അപ്പൊ എന്തായാലും മച്ചാന്മാരെ ഇത് ഇങ്ങനെ സ്കൈ ഷോട്ട് അടക്കം ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോന്നും പേരെടുത്ത് പറയാൻ നിന്നാൽ 125 എണ്ണത്തിന്റെ പേര് ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഇനി ഇത് ആക്ഷൻ ടൈമാണ്. നേരെ ഒന്ന് ഇരുട്ടി വരട്ടെ അല്ലേ? നേരെ ഒന്ന് ഇരുട്ടി വരട്ടെ. നമ്മളിവിടെ മൊത്തത്തില് പട്ടക്ക പെരുമഴയാക്കും. അങ്ങനെ മച്ചാന്മാരെ കാത്തിരുന്ന് രാത്രിയായി ഇരുട്ട് വന്നു. പ്രവീൺ മച്ചാനെ തുടങ്ങല്ലപ്പാ? തുടങ്ങാം. അപ്പൊ എന്ത് വേണം? കമ്പിത്തിരിന്ന് തുടങ്ങണോ, പൂത്തിരിന്ന് തുടങ്ങണോ, കുഞ്ഞി പടക്കത്തിൽ തുടങ്ങണം? നമുക്ക് ഏത് ഏറ്റവും വലുതാ? എന്റെ പൊന്നോ, സാധനം തന്നെ ഫസ്റ്റ് പൊട്ടിക്കണോ? അവസാനം പൊട്ടിക്കുന്ന സാധനം ഫസ്റ്റ് പൊട്ടിക്കാ. മറ്റേ കിങ് ജോങ്ങിനോ പോട്ടാ അവസാനം പൊട്ടിക്കേണ്ട സാധനം കൊണ്ട് ആദ്യം പൊട്ടിച്ച അവസ്ഥയാവും. അപ്പൊ പ്രവീൺ മച്ചാന്റെ ആഗ്രഹത്തെ തുടർന്ന് നമ്മള് ഈ സാധനം നമ്മള് പൊട്ടിക്കാൻ പോവാണ്. എന്റെ പകുതി ഹൈറ്റ് ഉണ്ടെന്ന് തോന്നണു. എടുത്തേ സാധനം, എടുത്തേ. പ്രവീൺ മച്ചാന്റെ ഓരോ ആഗ്രഹങ്ങളെ എടുക്കട്ടെ. പൊള്ളി സാധനം. ഇത് നമുക്ക് ചാരി വെക്കാനായിട്ട് നല്ല സ്ഥലം വേണം കേട്ടാ. ഫസ്റ്റ് തന്നെ വലിയ സാധനം വിടണമെന്നാണ് പറയണേ. പ്രവീണേ ഇവിടെ കുടിക്കാല്ലേ? അപ്പൊ സപ്പോർട്ട് കമ്പി അടിച്ചു. എടാ മോനെ ടേപ്പ് എടുത്തോടാ, ടേപ്പ് എടുത്തോ. അങ്ങനെ നമ്മുടെ വെടിക്കെട്ട സാധനം പൊട്ടാൻ പോയാണ്. പൊട്ടോ, നന്നായിട്ട് കെട്ടിക്കോട്ടാ. മേലേക്കാണ് ഇടുന്നത്. അതെ. അപ്പൊ അതെ പ്രവീൺ മച്ചാനെ നമ്മൾ തീ കൊടുക്കാൻ പോകണേ. ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തം അറിയില്ല. ലൈറ്റ് വെച്ച് കൊടുത്താ പോരെ? ഇപ്പുറത്ത് തീരെ എടുത്ത് കഴിഞ്ഞാൽ ഓടിക്കാൻ തോന്നണോട്ടാ. ഓടിക്കോടാ. ഒരു സാധനം പൊട്ടും മോനെ, ജമ്മെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. തീപ്പൊരി പറഞ്ഞു. ആയ് എന്താത്? എന്താ പോയത്? അങ്ങനെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പൊ തുടങ്ങിയാലോ പരിപാടി? അടുത്തത് നമ്മുടെ ബസ്സുണ്ട്. അപ്പൊ ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കാണിച്ചില്ലേ പെട്ടി. ഇതേ നമ്മുടെ മുംബൈ ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, എല്ലാവരുടെയും ഉണ്ട്. അതിൽ ഞാൻ ആദ്യം കത്തിക്കാൻ പോകുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉണ്ടാ. അപ്പൊ അതേ നമ്മുടെ ചെന്നൈയുടെ ബസ്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ തീ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മുടെ ചെന്നൈയുടെ ബസ്സിന് തീ കൊടുക്കാൻ പോകുന്നത്. പ്രവീണ ഇതിന് തീ കൊടുക്കണേ? ഞാൻ തീ കൊടുത്ത്. ചെന്നൈയുടെ ബസ് കത്തുണ്ട്. ഓ ചെന്നൈയുടെ ബസ്സിന് ഹൈറ്റ് പോരല്ലടാ. ഓ ചെന്നൈയുടെ ബസ് കത്തുന്നു. ഇനി കളർ വ്യത്യാസം ഒന്നുമില്ലേ? ബാംഗ്ലൂരിന്റെ വണ്ടിക്ക് തീ കൊടുത്തിട്ടുണ്ട്. റെഡ്. ബാംഗ്ലൂരിന് കൊടുക്കുമ്പോ റെഡ് തന്നെ ഉണ്ട് കേട്ടാ. ഇത് ചെന്നൈ തന്നെയാണോ? എല്ലാ ടീമിന്റെ ഉണ്ട് കേട്ടാ. എല്ലാ ടീമിന്റെ തീ കൊടുത്തിട്ടുണ്ട് നമ്മള്. എന്റെ മാത്രം അവസാനം നിന്ന് എത്തി. അടുത്ത സാധനം പിടിക്കാൻ പറയണേ. മയിലാട്ടം. അടുത്തത് നമ്മൾ പുറക്കാൻ പോണത് മയിലാട്ടം. ആ മയിലാട്ടം തീ കൊടുത്ത്. ഞാൻ മയിലാട്ടത്തിന് തീ കൊടുത്ത്. അയ്യോ മയിൽ പറക്കത്. 2 മയിലും തീ പിടിച്ചിട്ടുണ്ട്. എന്താ പോക മയിലാട്ടോ? മൊത്തം പോക മഴ അവിടെ. കമ്പിത്തിരി തീർന്നില്ലടാ. കുഴപ്പമില്ല, ഞാൻ തുള പിടിപ്പിക്കാൻ ചിലപ്പോൾ കഴിയുന്നു. ഇനി പ്രേത ഡാൻസ് ഉണ്ടാ. റെഡി? 1 2 3. അയ്യോ, അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു മേശപ്പൂവ് അഥവാ വയലറ്റ് കളർ കൊട്ടി. അതെ കൊട്ടി. തലയിരിച്ചാൽ പിടിച്ചേ സാധനം നിരത്തട്ടെ കേട്ടാ, എന്നിട്ട് പൊട്ടിച്ചാരാ. മോനെ നിരന്നിരിക്കണ ഇഷ്ടം പോലെ സാധനം. ആഹാ. അങ്ങനെ നമ്മുടെ മേശാപ്പൂവിന് തീ കൊടുക്കാൻ പോവാണ്.
മോനെ ഇവിടെ നിന്ന് നേരം വെളുക്കും. ഇപ്പൊ നേരം വെളുക്കും. പൊന്തട്ടെ പൊന്തട്ടെ. വയലറ്റ് മോനെ എന്ത് മഴ പുറകില്. തുമ്പിനാണ് നമ്മൾ ഇറക്കാൻ പോണത്. ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കട്ടെ. കുഞ്ഞി കുഞ്ഞി തുമ്പികളാണ്. അപ്പൊ തുമ്പിനെ ആദ്യം പറഞ്ഞാൽ കത്തിച്ചോക്കാം അല്ലേ? ഒരു തുമ്പിനെ കത്തിച്ചോക്കാം നമുക്ക്. അപ്പൊ തുമ്പിക്ക് തീ കൊടുക്കാൻ പോവാണേ. ഓക്കെ, തുമ്പിക്ക് തീ കൊടുത്തിട്ടുണ്ട്. തുമ്പി എന്താവും നോക്കാം. മോനെ തുമ്പി പറന്നു വേടാ. അടിപൊളിയായിട്ട് പറഞ്ഞു ഇല്ലേ തുമ്പി? ബാക്കി തുമ്പിനോട് കറക്കാന്നാ. അങ്ങനെ പ്രവീൺ മച്ചാൻ നമ്മുടെ തുമ്പിക്ക് തീ കൊടുക്കാൻ പോകണ്ട. 4 തുമ്പിക്കും തീ കൊടുക്കണേ. ഇപ്പുറത്തും കൊടുത്തോ, ഇപ്പുറത്തും കൊടുത്തോ. പ്രവീൺ മച്ചാൻ തലയിലേക്ക് ഇരുന്ന് കറക്കുന്നുണ്ട്. അടുത്ത സാധനം മഴ പെയ്യണ പോലെ പെയ്യുന്നുണ്ട് പറയുന്നത്. പ്രവീണെ മഴ വീപ്പിക്കാൻ റെഡിയാണോ? സാധനം ചുറ്റിക്കോ, തീ കൊടുക്കണം നമ്മള്. അപ്പൊ മഴ വീപ്പിക്കാൻ പോവാണേ. മഴ ഇപ്പൊ പെയ്യുന്നു തോന്നണേ. പ്രവീണേ ഇപ്പൊ മഴ പെയ്യൂടാ. പെട്ടതായിട്ടാ പൊട്ടില്. നേടാ അടിവരെ വന്നിട്ടാ. അമ്പോ അത് പൊള്ളി സാധനമായില്ലാടാ. ഇതിപ്പോ പോയിന്റെ അതേ മോഡല് വേറൊരു സാധനമാണ്. ഇതിന് ചിലപ്പോ കളർ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇത് പച്ചയാണ് തോന്നുന്നു. യെസ് അമ്മേ, ഇതിപ്പോ പൊട്ടൂടാ. ഇതിപ്പോ പൊട്ടൂടാ. ഇപ്പൊ പൊട്ടൂടാ. പൊട്ടിടാ. പൊട്ടി 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 പൊട്ടി. അമ്പ ഫ്രണ്ട് മച്ചാൻ അടുത്തായിട്ട് എന്തിനാണെന്നറിയോ? ഫോട്ടോ ഫ്ലാഷ്. അത് തന്നെ. ഈ സാധനത്തിന്റെ പ്രത്യേകം എന്തിനാണെന്നറിയോ? ഇത് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം നമ്മൾ ഫോട്ടോ എടുക്കണ പോലെ ആയിരിക്കും. ഇല്ല, ഒരെണ്ണം കത്തുന്നത് അതിന്റെ രസം. ഫോട്ടോ ഫ്ലാഷ് കത്തിക്കാൻ പോവാണ് പ്രവീൺ മച്ചാൻ. കത്തിയിട്ടുണ്ട്. ഇനി ഇത് കത്തി വരുമ്പില്ലേ മോനെ, ഇവിടെ മൊത്തം ഫോട്ടോ എടുക്കണ പോലെ ആയിരിക്കുള്ളൂ കേട്ടാ. എടാ ഫോട്ടോ എടുത്ത് തുടങ്ങിയാ? ഇനിയിപ്പോ വരും ഇപ്പൊ വരും സാധനം. ഇപ്പൊ ചാലുവാവും. പിന്നെ നമ്മള് കണ്ണ് മിന്നി ചിമ്മണ പോലെ. പിന്നെ ഡാൻസർ, ഡിസ്കോ ഡാൻസ്. ബ്രോണ വാ. വേണ്ട, ഒരെണ്ണം മതി. അയ്യമ്മ ഡിസ്കോ ഡാൻസർ. ഇനിയിത് പൈസ കണക്കട്ടെ. ഷാരൂഖ് ഖാൻ നമുക്ക് പൈസ തരാൻ പോവാണ്. എന്റെ പൊന്നു ഷാരൂഖ് ഖാൻ കാശ് തരൂപ്പാ. ഷാരൂഖ് ഖാൻ പൈസ തരോ? പൈസ എവിടെ? പൈസ എവിടെ? എനിക്കൊരു 2000 കിട്ടിയിട്ടുണ്ട്, ഒരു 500 കിട്ടിയിട്ടുണ്ട്. ഇന്റെ സാധനം ഉണ്ട് നോക്ക്. ടെക്കാണ് ദൈവം. ആർക്കാണ് പൈസ കൂടുതൽ കിട്ടണേ നോക്കട്ടെ. എത്ര കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. അങ്ങനെ പടക്കം പൊട്ടിച്ച് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് 500, 3200. അപ്പം എത്രയായി? 600, 500, 1100 കിട്ടിയിട്ടുണ്ട്. എനിക്ക് 600. എൻ്റെ അമ്മയും കാശ് തരണേട്ടാ. 5, 6, 3000 സംതിങ്. അയ്യോ പ്രവീൺ മച്ചാൻ കൂടുതൽ കാശ് കിട്ടി. അതും എനിക്ക് കിട്ടിയത് ഐശ്വര്യ റായുടെ 500. ഇത് ആരാന്നെനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഐശ്വര്യ റായുള്ള 500, 200 ഒക്കെ കിട്ടിയേക്കണത്. അടുത്തായിട്ട് എന്തേ 5000 പടക്കത്തിന്റെ മാല ഉണ്ട്. പ്രവീൺ മച്ചാനാണ് പൊട്ടിക്കാൻ പോണത്. ഇത് പിടിച്ചേ. 5000 പടക്കത്തിന്റെ മാല. ഇതിന്റെ അറ്റ എവിടെയാണ്? 5000 മാലക്ക് തീ കൊടുക്കാൻ പോവാണ്ടാ. കൊടുത്തോ അത് മേക്കി. ചക്കക്കുരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സ്വന്തം ചക്രം ഉണ്ട്. ചക്രം. പക്ഷേ ഈ ചക്രത്തിന് പ്രത്യേകത പ്രവീൺ മച്ചാനെ, ഈ ചക്രം നമ്മൾ താഴെയല്ല കത്തിക്കുക, നമ്മൾ കൈ പിടിച്ച് കത്തിക്കുക. പിടിച്ചോ. 2 കയ്യിൽ വേണോ 1 കയ്യിൽ മതിയാ? എന്നാ 2 കയ്യിലും കത്തിച്ചോ. ഞാനും എടുത്തിട്ടുണ്ട് 2 എണ്ണം. ഇതിപ്പോ ഇവിടെ മൊത്തത്തില് ചക്രം കൊണ്ട് അഭിഷേകമായിരിക്കുള്ളൂ കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിനക്ക് കണ്ണടിയില്ലേ? അത് വെച്ചോ വെച്ചോ വെച്ചോ. കണ്ണുകളെ കണ്ട. സേഫ്റ്റി ഈസ് അവർ നമ്പർ 1 പ്രയോറിറ്റി. അയ്യോ എൻ്റെ തീ പിടിച്ചില്ല. എൻ്റെ ഒരെണ്ണം. അയ്യോ എൻ്റെ തീ പിടിച്ചടാ മോനെ. അമ്പോ പൊള്ളി സാധനം. ഹെവി സ്പീഡ്, ഹൈ RPM, ഒരു രക്ഷയില്ലാണ്ട് കറങ്ങുന്നുണ്ട്. മോനെ പൊള്ളി. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ. അത് പൊള്ളി സാധനമായിട്ട് അവരുടെ.
അപ്പൊ ഇനി അടുത്ത സാധനം എന്തിനാ പറയണേ? പീകോക്ക് ഡാൻസ്, മയിലാട്ടമാണ് കേട്ടോ, മയിലാട്ടം. അപ്പൊ മയിലാട്ടത്തിന് തീ കൊടുക്കാനായി പ്രവീൺ മച്ചാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവീൺ മച്ചാന്റെ മയിലാട്ടത്തിന് തീ കൊടുക്കാണ്. ഇനി മയിലാട്ടം പാക്ക പോറേൻ. ആ ഒരെണ്ണം പോയടാ, അതെവിടെ മയിലൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. ആ മയില് വന്നുണ്ട്, പച്ച വന്ന് ചുമപ്പ് വന്ന് വെള്ള വന്ന്. ആ എടുത്ത് മയിൽ തന്നെടാ. അമ്പോ ആ പൊള്ളി. വെള്ള തലയുടെ മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചോ. എടാ പൊള്ളിയടാ, പൊളി നല്ല മയില്. ആയ് എടാ ഇത് പൊള്ളിയടാ. ആയ് മോനെ പൊള്ളി സാധനം. നീ നോക്കട്ടെ കഴിഞ്ഞാ. എന്തായാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ല സാധനം. കുറച്ചു നേരം കത്താനെടുത്തെങ്കിലും അല്ലല്ല എണ്ണം വെച്ചത് പോരല്ല. ഉറപ്പാണോ കഴിഞ്ഞെന്ന്? അപ്പൊ ഇനി കത്തിക്കാൻ പോണത് വലിയ ടോർച്ചാണ് കേട്ടാ. കത്തിച്ചോനെ വലിയ ടോർച്ച് തീ കൊടുക്ക. വലിയ ടോർച്ച്. കിടക്കടാ വീണടവൻ. അടുത്തത് പ്രവീൺ മച്ചാന് ക്യാൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച ക്യാനാണ് കേട്ടോ. ഇതെന്താ നോക്കിയേ, ഇങ്ങനെ ക്യാൻ ഇങ്ങനെ തുറക്കും. എന്നിട്ട് ഇതിലാണ് തീ, അരവണ പൈസത്തിന്റെ ക്യാനാണ്. ഇതിലാണ് തീ കൊടുക്കാൻ പോണേ. തീ കൊടുത്തോ. ആ തീ കൊടുത്തോ. എന്താണ് ഗുണ്ടി വെച്ച് തടുക്കാനാണോ തിരിഞ്ഞിക്കണത്? ആഹാ മോനെ പൊളി, അടിപൊളി സാധനം മോനെ, പൊളി പൊളി സാധനം ഉണ്ടാ. പ്രവീൺ മച്ചാനെ അടുത്തത് വെച്ചു. എന്താ കൊണ്ടുപോയി വെച്ചോ. ഞാൻ പൊട്ടിച്ചാണല്ലോ പോന്നില്ലേ. ഇത് എടുത്തോ. കൊള്ളാല്ലേ ജോളി? ജോളി സൂപ്പർ അല്ലേടാ? ജോളി സൂപ്പർ അല്ലേ? അടിപൊളി സാധനം ജോളി. ഇത് വെറുത്ത സാധനം കേട്ടോ, വെറുത്ത സാധനം. ആംഗ്രി ബേർഡ് തീ കൊടുക്കാൻ പോവാണ്. പ്രേമച്ചൻ കൊടുക്കല്ലേ തീ? ഓക്കെ. ആ പോട്ടെ, ആംഗ്രി ബേർഡ്സ് പൊന്തട്ടെ. എടാ അത് അവിടെ പടക്കത്തിലേക്കടാ. ഇല്ലില്ല പോട്ടെ. ആംഗ്രി ബേർഡ്സ്. ഇനി ഇതേ നമ്മള് മിസൈലും കുട്ടികളെ വിടാൻ പോവാണ്. നമ്മൾ ഈ കരയിൽ ആ കരയിലേക്ക് മിസൈലിന് തീ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ആ ഇത് ചരിച്ച് വെച്ചുള്ള പടക്കം ഉണ്ടാ. ആഹാ ആഹാ മനോഹരം, പിന്നെ മനോഹരം, അടിപൊളി, ഒരു രക്ഷയില്ല, പൊള്ളി സാധനം. ആ പ്രവീൺ മച്ചാൻ ദേവാണുണ്ടെങ്കിൽ തീ കൊടുത്ത്. ആയി ആഹാ എവിടേക്കൊക്കെയാണോ, എവിടെയൊക്കെ പോയി പൊട്ടിയിട്ട്. പ്രവീൺ മച്ചാന്റെ വാണുണ്ടെങ്കിൽ തീ കൊടുക്കാൻ പോവാണ്. പിന്നെ കൊടുത്തോ. ആ പറിച്ചോ. ആയി മനോഹരം, അടിപൊളി. അങ്ങനെ വാണുണ്ടെങ്കിൽ തീ കൊടുക്കണം പ്രവീൺ മച്ചാൻ. ആഹാ അമ്മ ഹായ് മനോഹരം. അമ്മ പോളെ. ആ കൊടുത്തോ. ദേ പിന്നെയും കൊടുക്കണേ. വാണുണ്ട പൊന്താൻ പോണേ. പ്രവീൺ മച്ചാൻ വാണുണ്ടെങ്കിൽ തീ കൊടുത്ത്. അമ്പോ. അപ്പൊ അടുത്ത ആകാശവെടി സെറ്റ് ചെയ്യാണ് പ്രവീൺ മച്ചാന്. പൊട്ടിക്കാൻ തൊര മൂത്തിരിക്കുകയാണ്. ആകാശവെടി നമ്മളിത് പ്രവീണേ ആകാശവെടി പ്രവീൺ മച്ചാൻ ഒന്ന് ഓടിക്കോ. ആകാശവെടി ജം ഇപ്പൊ പൊട്ടി വിരിയും. പ്രവീൺ മച്ചാന്റെ 50 റോക്കറ്റ് ഒരുമിച്ച് വിടാൻ പോവാണ്. 50 30 ഉള്ളൂ. ആ 30 റോക്കറ്റ് ഒരുമിച്ച് വിടാൻ പോവാണ്. ആ കൊടുത്തോ, തീ കൊടുത്തോ. അവിടെ നിങ്ങൾ കറങ്ങി പോരട്ടെ.
എന്റെ പോയണ്ടോ നീ തലയുടെ മോളിക്കൂടി ആ പ്രവീൺ മച്ചാൻ എന്തോ ഒരു സാധനം പേരറിയാത്തിന് തീ കൊടുത്തിട്ടുണ്ട് പൊട്ടറാണ് മാറിക്കളാ നോക്കട്ടെ ആ പറ്റിച്ചേ അല്ലോ പൊട്ടിയില്ലേ ഓരോടി കൊടുത്തോ എടാ കണ്ടുകഴിഞ്ഞ മേശ കൂടുതലോ ദിപ്പൊരു സാധനം പൊട്ടുട്ടാ നോക്കിന്നോ ആ റെഡി 1 2 3 ഗോ ആഹാ എന്റെ മോനെ പൊള്ളി അപ്പം മച്ചാൻ എവിടെ പ്രവീൺ മച്ചാൻ കം ഓൺ മൈ ബോയ്സ് നമ്മുടെ അങ്ങനെ നമ്മുടെ കമ്പിത്തിരി കത്തിച്ച് നമ്മൾ ഇന്നത്തെ വിഷു ആഘോഷങ്ങൾ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും കറണ്ടും പോയി മഴയും വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മച്ചാൻ പറയുന്നത് വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷിക്കാം മച്ചാൻ പ്രവീൺ ടീം ഓൺ ഫോട്ടോയ്ക്കുള്ള